നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയം ഈ പ്രയർ ലൈനിലുള്ള എല്ലാ ദൈവമക്കൾക്കും എല്ലാ ദൈവദാസന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവന്ദനവും ഞാൻ അറിയിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇത് രാത്രി ഞങ്ങളുടെ പാദപീഠത്തിൽ വളരെ വാഞ്ചയോടുകൂടെ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഓരോ വചനങ്ങളും ഞങ്ങൾ കേൾക്കുമ്പോൾ അങ്ങയുടെ രാജ്യത്തോട് അടുക്കുവാൻ, അങ്ങയോട് ചേരുവാൻ, അങ്ങയുടെ സന്നിധിയോട് കൂടുതലായി അടുക്കുവാൻ ഞങ്ങൾ കൃപ ചെയ്യണമേ. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളായിത്തീരുവാൻ, വിശ്വസ്തരായി ജീവിപ്പാൻ ഇടയാക്കണം. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയം പ്രിയ ദൈവമക്കളെ, നമുക്ക് പ്രയർ ലൈനിൽ ഒന്നിച്ചായിരിക്കാൻ ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു. എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു, പ്രത്യേകിച്ച് എല്ലാ ദൈവദാസന്മാർക്കും. ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുവാനും പഠിക്കുവാനും ഇടയായത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായമാണ്. ഇന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം പഠിക്കാം. വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം വിശുദ്ധന്മാരുടെ ഭാവി പ്രത്യാശയിൽ അതിപ്രധാനമായി വിഷയങ്ങളാണ് ഈ 20-ാം അധ്യായത്തിൽ കാണുന്നത്. വളരെ പ്രാധാന്യമേറിയ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ് 20-ാം അധ്യായം. മനുഷ്യൻ്റെ നിത്യജീവൻ അതിപ്രധാനമായതിനാൽ വരുവാൻ പോകുന്ന ന്യായവിധികൾ, തീപ്പൊയ്ക, ഇതെല്ലാം വിട്ടൊഴിയണമെന്ന് നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നതിനാൽ ആണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ വിവരിച്ച് യോഹന്നാനെ ദൃശ്യമാക്കിയത്. പ്രിയരെ, സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണ്. നാം ഈ ഭൂമിയിൽ പാർക്കുന്ന നിസ്സാര ദിവസങ്ങളാണ് അത് വ്യക്തമാക്കുന്നത്. ഒന്നുകിൽ ദൈവവചനമനുസരിച്ച് കർത്താവിനെ സ്നേഹിച്ച് നിത്യതയിൽ പോകാം, അല്ലെങ്കിൽ ലോകത്തെ സ്നേഹിച്ച് നിത്യ നരകത്തിൽ പോകാം. ഇത് വ്യക്തമായി തീരുമാനിക്കുന്നത് നാം ഓരോരുത്തരുമാണ്. വ്യക്തിപരമായ തീരുമാനമാണ്. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ദാനമെന്നുണ്ടുകയും ചെയ്ത മോശ പഴയ നിയമത്തിലെ മധ്യസ്ഥനായി. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായും അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനായി പാർത്തു. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുവാനിടയായി. ദാനിയേൽ തൻ്റെ രാജ്യത്തിനു വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥനാ മനുഷ്യനായി തീർന്നതിനാൽ ഏറ്റവും പ്രിയ പുരുഷനെ എന്നാണ് ദാനിയേലിനെ യഹോവയായ ദൈവവും ഗബ്രിയേൽ ദൂതനും വിളിച്ചത്. കർത്താവിൻ്റെ 11 ശിഷ്യന്മാരിൽ യോഹന്നാൻ ഒഴികെ എല്ലാവരും രക്തസാക്ഷികളായി. കാരണം ഈ ജീവിതത്തിൻ്റെ വില അവർക്കറിയായിരുന്നു. നിത്യതയുടെ വില അവർക്കറിയാമായിരുന്നു. നമ്മുടെ നാട്ടിൽ കണ്ടങ്ങളിലൊക്കെ നെല്ല് പാകുന്നതിന് മുൻപേ കണ്ടങ്ങളിൽ വെള്ളമായിരിക്കും. അതുകൊണ്ട് പറമ്പിൽ നെല്ല് പാകി കിളിർപ്പിക്കും. ആ പറമ്പിൽ പാകുന്നത് ആ സ്ഥലത്തിൻ്റെ പേരാ പാക്കുതറ. കേട്ടിട്ടുണ്ടായിരിക്കും. ആയതുപോലെയുള്ള ഒരു പാക്കുതറയാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം, താൽക്കാലിക ജീവിതം. ആകയാൽ നിത്യതയ്ക്കായി ഒരുങ്ങാം. കർത്താവ് സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ, 1, സാത്താനെ 1000 വർഷത്തേക്ക് ചങ്ങലയിട്ട് അഗാധത്തിൽ പൂട്ടുന്നതും 1000 വർഷം കഴിഞ്ഞ് അല്പനാളിലേക്ക് അവനെ തുറന്നുവിടും. 2, അഴിച്ചുവിട്ട സാത്താൻ റഷ്യയുടെ കീഴിൽ സൈന്യത്തെ അണിനിരത്തും. വീണ്ടും കർത്താവിനോടും കൂട്ടരോടും യുദ്ധം ചെയ്യും. ആ യുദ്ധത്തിന്, അവസാന യുദ്ധത്തിൻ്റെ പേരാണ് ഗോഗ് മാഗോഗ് യുദ്ധം. 3, കർത്താവ് ആകാശത്തു നിന്ന് തീ ഇറക്കി ശത്രു സൈന്യത്തെ നശിപ്പിക്കും. സാത്താനെ ആന്റിക്രൈസ്റ്റും കള്ളപ്രവാചകനും കിടക്കുന്ന തീപ്പൊയ്കയിലേക്ക്, ഗന്ധക പൊയ്കയിലേക്ക് വലിച്ചെറിയും. 4, മഹോദരകാലത്ത് മരിക്കുന്ന സകല വിശുദ്ധന്മാരുടെയും രക്തസാക്ഷികളായവരുടെ ഉയർപ്പ് ഈ അധ്യായത്തിൽ നടക്കും. 5, മനുഷ്യോൽപ്പത്തി മുതൽ മരിച്ചുപോയ സകല പാപികളെയും ഈ അധ്യായത്തിൽ ഉയർപ്പിക്കും.
ദൈവത്തിന് സ്തോത്രം. വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിൽ ഇവരെയെല്ലാം വരുത്തി, പാപികളെ മുഴുവനും ഉയർത്തി വരുത്തിയിട്ട് ന്യായം വിധിച്ച് അവരെ തീപ്പൊയ്കയിലേക്ക് തള്ളും. 6, സ്വർഗത്തിൽ നിന്നും കർത്താവ് തൻ്റെ വിശുദ്ധന്മാരും ഭൂമിയിൽ 1000 വർഷം വാഴും. ഇത്രയും വിഷയങ്ങളാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 15 വാക്യങ്ങളിലായിട്ട് നാം കാണുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യം: അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഇവിടെ വായിച്ച ഈ വാക്യത്തിൽ അനന്തരമെന്ന പദം പറഞ്ഞിരിക്കുന്നത് ഹർമഗദോൻ യുദ്ധത്തിനായി കർത്താവും വിശുദ്ധന്മാരും കോടാനുകോടി ദൂതന്മാരും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ആൻറ്റി ക്രൈസ്റ്റിനെയും കള്ളപ്രവാചകനെയും കത്തുന്ന ഗന്ധകപ്പൊയ്കയിൽ തള്ളിക്കളയും. കർത്താവിൻ്റെ വായിലെ വാളാൽ സകലരെയും കൊന്നതിന് ശേഷം 20-ാം അധ്യായം 1-ാം വാക്യത്തിൽ സ്തോത്രം, ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയുമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് വലിയ അധികാരം നടത്തുവാൻ കഴിവുള്ള ദൂതന്മാരുണ്ട്. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം ഒരു വലിയ അധികാരമുള്ള ദൂതൻ ഉറക്ക വിളിച്ചു പറഞ്ഞത് മഹദിയാം ബാബിലോൺ വീണുപോയി എന്നാണ്. 2 രാജാക്കന്മാർ 19:35 ഒരു ദൂതൻ ഒരു രാത്രിയിൽ അശൂർ പാളയത്തിലിറങ്ങി 1,85,000 പേരെ കൊന്നൊടുക്കി. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യത്തിൽ 2 ദൂതന്മാർ സോദോമിലും ഗോമോറയിലും അവിടെ പോയി നശിപ്പിക്കുന്നതായി കാണുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 19-ാം വാക്യത്തിലും 12-ാം അധ്യായം 10-ാം വാക്യത്തിലും അപ്പോസ്തലന്മാരെയും 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പത്രോസിനെയും കാരാഗൃഹത്തിൽ അടച്ചപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കാരാഗൃഹത്തിൽ ഇറങ്ങി അവരെ വിടുവിക്കുന്നതായി പഠിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18 മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കർത്താവിൻ്റെ കയ്യിലാണ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ആകയാൽ ലൂസിഫറിനെ ബന്ധിക്കുവാൻ ദൂതൻ ചങ്ങലയും താക്കോലുമായി ഇറങ്ങി വരുന്നു. ആയതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 19-ാം അധ്യായത്തിൽ ചിന്തിക്കുവാനിടയായല്ലോ, മണവാളനും മണവാട്ടിയും. ഞാനൊന്ന് പറയുവാൻ വിട്ടുപോയ ഒരു വിഷയമാണ്. മണവാളനും മണവാട്ടിയും എന്ന് പറയുന്ന ആലങ്കാരിക ഭാഷയാണ്. കർത്താവിൻ്റെ രഹസ്യവരവിൽ കാഹളധ്വനിയിൽ നാം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ 33.5 തിരുവയസ്സിലെ അതേ ശരീരത്തോടുകൂടെ, അതേ പ്രഭയോടുകൂടെ, അതേ ശരീരത്തോടുകൂടെയാണ് നാം എല്ലാവരും സ്വർഗത്തിൽ കടന്നു പോകുന്നത്. അവിടെ എത്തുമ്പോൾ ഈ വിവാഹ സദ്യ അല്ലെങ്കിൽ മണവാട്ടനും മണവാട്ടിയും ആത്മീയത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നതിലും ചിന്തിക്കുന്നതിലും വലിയ അഭേദ്യമായ ബന്ധമാണ് അതിനുള്ളത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-ാം വാക്യം: അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. ഇവിടെ വായിച്ച ഈ വാക്യത്തിൽ പിശാചിന് പല പേരുകൾ തിരുവചനത്തിലുണ്ട്. പ്രധാനമായും അവനുള്ള പേരുകൾ: 1 സാത്താൻ, 2 പിശാച്, 3 മഹാസർപ്പം. 1000 വർഷത്തേക്ക് ഇവനെ ചങ്ങലയിലിടും. ഇവനെ ചങ്ങലയിടുന്ന കൂട്ടത്തിൽ ഇവന്റെ കൂട്ടത്തിലുള്ള സകല പിശാചുകളെയും ചങ്ങലയിട്ട് 1000 വർഷത്തേക്ക് ചങ്ങലയിടും. 1000 വർഷം കഴിഞ്ഞ് അവരെ തീയും ഗന്ധവും കത്തുന്ന തീയിൽ അഗാധ കൂപത്തിൽ പാതാളത്തിൽ തള്ളും. ദൈവത്തിന് എണ്ണമില്ലാത്ത ദൂതസംഘമുണ്ടല്ലോ. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഈ കാരണത്താലാണ് ഗദരദേശത്തെ ഭൂതഗ്രസ്തരിലുണ്ടായിരുന്ന ഭൂതാത്മാക്കൾ ഞങ്ങളെ പാതാളത്തിലേക്ക് അയക്കരുതേ എന്നപേക്ഷിച്ചത്. ദൈവത്തിന് സ്തോത്രം.
യെശയ്യാപ്രവചനം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് വീഴും. ഗോഗ് മാഗോഗ് യുദ്ധത്തിന് ശേഷം ഇത് സംഭവിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 23-ാം വാക്യത്തിൽ പാപികളുടെ ആത്മാക്കൾ പാതാളത്തിലാണല്ലോ കിടന്ന് വേദന അനുഭവിക്കുന്നത്. ധനവാന്റെയും ലാസറിന്റെയും ആ ചരിത്ര ആ സംഭവം കർത്താവ് പറഞ്ഞതിൽ നിന്ന് ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാകും. അതിൻ്റെയും ഏറ്റവും താഴെയായിരിക്കും സാത്താനെയും ആന്റിക്രിസ്റ്റിനെയും കള്ളപ്രവാചനെയും ബന്ധിച്ചിടുന്നത്. ദൈവത്തിൻ്റെ നന്ദിയോട് സ്തോത്രം. പിശാചിനെ ചങ്ങലയിട്ട് ബന്ധിക്കാമോ എന്ന് ചിന്തിച്ചേക്കാം. നാം മനസ്സിലാക്കിയതാണെങ്കിലും ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. യൂദയുടെ ലേഖനം 6-ാം വാക്യത്തിൽ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ആയതുപോലെ 2 പത്രോസ് 2:4 പാപം ചെയ്ത ദൂതന്മാരെ ചങ്ങലയിട്ട് നരകത്തിലാക്കിയെന്ന് പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 9:14 യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ കാണാം. വെളിപ്പാട് പുസ്തകം 9:1-2 15-ാം വാക്യത്തിലും ചങ്ങല അഴിച്ചുവിടുവാനും അഗാധകൂപം തുറക്കുവാനും ദൈവത്തിന് കഴിയും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 3-ാം വാക്യം. ദൈവത്തിന് സ്തോത്രം. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും അതിൻ്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. ഇവിടെ വായിച്ച ഈ വാക്യത്തിൽ ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ എന്ന് കാണുന്നു. കർത്താവിൻ്റെ കൂടെ മഹത്വ ശരീരം പ്രാപിച്ച് വാഴുന്ന ആരെയും അവന് വഞ്ചിക്കുവാൻ സാധിക്കുകയില്ല. റോമാലേഖനം 11-ാം അധ്യായം 25 മുതൽ 27 വരെ ഒന്ന് വായിക്കാമോ ആർക്കെങ്കിലും? റോമാലേഖനം 11-ാം അധ്യായം 25, 26, 27 വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കുവാൻ ഈ രഹസ്യം അറിയാതെ ഇരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അപകീർത്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ മതി. താങ്ക് യു ജയ്സിനെ, താങ്ക് യു. ഇവിടെ വായിച്ച വാക്യത്തിൽ അന്നുള്ള യഹൂദ ജാതി, അന്ന് ജീവിച്ചിരിക്കുന്ന സകല യഹൂദ ജാതിയും അവർ മുഴുവനുമായി രക്ഷിക്കപ്പെടും. കർത്താവിനോടൊപ്പം അവരായിരിക്കും. അവരെയും ഈ പിശാചിന് വഞ്ചിക്കുവാൻ സാധിക്കില്ല. എന്നാൽ ഹർമഗദോൻ യുദ്ധത്തിന് കഴിഞ്ഞ് ഭൂമിയിൽ അവശേഷിക്കുന്ന ജനം മുദ്രയേൽക്കാതെ, 666 എന്ന മുദ്രയേൽക്കാതെ ആന്റിക്രൈസ്റ്റിനെ വണങ്ങാത്തവർ, അവരും അവരുടെ തലമുറയും വഞ്ചിക്കപ്പെടുവാതിരിക്കുവാനാണ് 1000 വർഷത്തേക്ക് സാത്താനെ ചങ്ങലയിടുന്നത്. അവർ രക്ഷിക്കപ്പെട്ടവരല്ല, ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നവരാ അവരെ. ആ ഭാഗം കടന്നു വരുന്ന നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. മുദ്ര ഇടുക എന്നതിൻ്റെ അർത്ഥം നിർണയത്തിന് മാറ്റമില്ലെന്നും മാറ്റം വരില്ലെന്നും കാണിക്കുവാനാണ്. 1000 വർഷം കഴിഞ്ഞ് അല്പസമയത്തേക്ക് സാത്താനെയും കൂട്ടരെയും അഴിച്ചുവിടുന്നത് 1000 വർഷം നീതിയോടും സത്യത്തോടും സമാധാനത്തോടും കർത്താവും വിശുദ്ധന്മാരും ഭരിച്ചതിന് ശേഷം കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കുവാനും നിൽക്കാതിരിക്കുവാനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇന്നും കർത്താവ് ഇത് തന്നെയാണ് ചെയ്യുന്ന. ഈ സ്വാതന്ത്ര്യം തന്നെയാണ് മനുഷ്യന് നൽകുന്നത്. സത്യവചനം സ്വീകരിച്ച് കർത്താവിനോടൊപ്പം നിത്യതയിൽ കഴിയാം. ഈ സത്യവചനം തിരസ്കരിച്ച് സാത്താൻ പോകുന്ന തീപ്പൊയ്കയിലേക്ക് പോകാം. വചനം കേൾക്കുവാനും അതനുസരിക്കുവാനുമുള്ള ചാൻസുകൾ ലോകം മുഴുവനും അറിയിക്കുന്ന ധൃതിയിലാണ് ദൈവമക്കളും ദൈവദാസന്മാരും. ഇത് ഏറ്റെടുക്കുവാൻ മനസ്സുള്ളവർ നിത്യതയിൽ കടന്നു വരും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം.
വെളിപ്പാട് പുസ്തകം 20 അധ്യായം 4-5 വാക്യങ്ങൾ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. ഇവിടെ നോക്കണം, 1000 ആണ്ട് വായിച്ച ചുരുക്കമായി ഒരു വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സാങ്കുട്ടി പാസ്റ്റർ അത് വ്യക്തമായി പഠിപ്പിക്കുന്നതിനായി സ്തോത്രം. വെളിപ്പാട് പുസ്തകം 20 അധ്യായം 4-5 വാക്യങ്ങൾ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനം നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിച്ച വാക്യത്തിൽ 1 പത്രോസ് 2:9 വെളിപ്പാട് പുസ്തകം 5:10 ദൈവമക്കളെല്ലാവരും രാജാക്കന്മാരും പുരോഹിതന്മാരുമായിരിക്കും. പിന്നെ സിംഹാസനങ്ങൾ ആർക്കാണുള്ളത്? മത്തായി സുവിശേഷം 19 അധ്യായം 27-28 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? അത് മത്തായി സുവിശേഷം 19:27-28 വാക്യങ്ങൾ. പത്രോസ് അവനോട്, ഞങ്ങൾ സകലം വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. താങ്ക് യു ജേസൺ, താങ്ക് യു. ഇവിടെ വായിച്ച വാക്യത്തിൽ 12 ശിഷ്യന്മാരും കർത്താവായ യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാർ സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കും. മത്തായി സുവിശേഷം 25 അധ്യായം 31 മുതൽ 44 വരെ ഒരുപാട് വാക്യങ്ങളുണ്ട്. 1-2 വാക്യങ്ങളൊന്ന് വായിക്കാമോ? മത്തായി സുവിശേഷം 25-31 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന പോലെ വേർതിരിച്ച്. മതി മതി, താങ്ക് യു. മതി മതി, അത്രയും മതി. ഒരുപാട് വാക്യങ്ങളുണ്ടല്ലോ. ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഹോദ്രവകാലത്ത് ഇസ്രായേൽ മക്കളെ, യഹൂദനെ സഹായിക്കുന്നവർക്ക്, മുദ്രയേൽക്കാത്തവർക്ക് ഇവിടെ നമ്മൾ ഈ വായിച്ചതുപോലെ ചെമ്മരിയാടിനെയും കോലാടിനെയും വേർതിരിക്കുന്ന പോലെ സഹായിച്ചവരെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കും. സ്തോത്രം. ദാനിയേൽ പ്രവചനം 12 അധ്യായം 11-12 വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത്, 1 മഹോദ്രവകാലത്തിൻ്റെ പകുതി മുതൽ മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുന്ന സമയം മുതൽ 1000 ആണ്ട് വാഴ്ച തുടങ്ങും വരെ 1290 ദിവസം. മഹോദ്രവത്തിൻ്റെ പകുതി മുതൽ യഹൂദനെ സഹായിക്കുന്നവർക്കുള്ളവർക്ക് പ്രതിഫലം ലഭിക്കും വരെ 1335 ദിവസം. ആകയാൽ 1335 മൈനസ് 1290, 45 ദിവസങ്ങളാണ് ഈ ശുശ്രൂഷകൾക്കെല്ലാം കൂടെ എടുക്കുന്നത്. ന്യായവിധിക്കും ഈ പ്രതിഫലത്തിനും ഇതിനെല്ലാത്തിനും ഇവിടെ 45 ദിവസങ്ങളെടുക്കും. കർത്താവിനോടൊപ്പം 1000 വർഷം വാഴുവാൻ ഭാഗ്യം ലഭിച്ചവർ, സഭ 144,000 യഹൂദന്മാർ, പഴയ നിയമ വിശുദ്ധന്മാർ, ഇവർ കർത്താവിനോടുകൂടെ വന്നവരാണ്. അവർ വാഴും. മഹോദ്രവകാലത്ത് ജീവിച്ചവരിൽ ഭാഗ്യം ലഭിച്ചവർ, 1 യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവർ, 2 മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാത്തവർ, 3 666 എന്ന മുദ്രയേൽക്കാത്തവർ. ഇവരെല്ലാവരും തന്നെ മഹോദ്രവകാലത്ത് രക്തസാക്ഷികളായവരാണ്. ഇവർ ജീവിച്ചെഴുന്നേറ്റ് കർത്താവിനോടൊപ്പം 1000 വർഷം വാഴും. ഇവിടെ ചില തെറ്റായ പഠിപ്പിക്കലുകളുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞുവിടാം, നമ്മുടെ അറിവിനേക്ക് മാത്രം. 1,
മഹത്വപ്രത്യക്ഷതയ്ക്ക് മുൻപ് സഹസ്രാബ്ദവാഴ്ച നടക്കും എന്നുള്ളൊരു പഠിപ്പിക്കലുണ്ട്. അത് തെറ്റാ. 2, സഹസ്രാബ്ദവാഴ്ച ഒന്നില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. 3, ഇപ്പോൾ സഹസ്രാബ്ദവാഴ്ചയാണ് നടക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് യഹോവ വിറ്റ്നസ്സുകാർ പഠിപ്പിക്കുന്നത് ഇപ്പോൾ സഹസ്രാബ്ദ വാഴ്ചയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയാണ് നടക്കുന്നത്. അവരോട് പറഞ്ഞാൽ മതി, സൂവിലൊന്ന് പോയിട്ട് ഏതെങ്കിലും സിംഹക്കുട്ടി വീഴാമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പുലിക്കൂട്ടി വീഴാമെങ്കിൽ ആ സിംഹമോ പുലിയോ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയാണ്. ദൈവത്തിന് സ്തോത്രം. 4, സഹസ്രാബ്ദ വാഴ്ചയിലാണ് പഴയ നിയമ വിശുദ്ധന്മാർ ഉയർക്കുന്നത്. ഇതെല്ലാം വചനവിരുദ്ധമാണ്, തെറ്റായ പഠിപ്പിക്കലുകളാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം, ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഇവിടെ വായിച്ച വാക്യത്തിൽ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങൾ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുക. താങ്ക് യു ജെയ്സൺ, താങ്ക് യു. ഇവിടെ വായിച്ച വാക്യത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കേൾക്കുന്ന 3 ശബ്ദങ്ങളുണ്ട്. 1, കർത്താവിന്റെ ഗംഭീരനാദം. 2, പ്രധാന ദൂതനായ മീഖായേലിന്റെ ശബ്ദം. 3, ദൈവത്തിന്റെ കാഹളം. ഇത് 3 കൂടെ സംഭവിക്കുമ്പോൾ കർത്താവിന്റെ ഗംഭീരനാദത്തിൽ ഇവിടേക്ക് കയറി വരുവീന്നുള്ള ആ ശബ്ദത്തിങ്കൽ മരിച്ച പഴയ നിയമഭക്തന്മാർ ഉയർത്തെഴുന്നേൽക്കും. പ്രധാന ദൂതനായ മീഖായേലിന്റെ ശബ്ദത്തിൽ ആകാശം മണ്ഡലങ്ങളിലുള്ള പൈശാചി വൃന്ദങ്ങൾ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നതാണ്. 3, ദൈവത്തിന്റെ കാഹളത്തിൽ ജീവനോട് ശേഷിക്കുന്ന, ക്രിസ്തുവിൽ ജീവനോട് ശേഷിക്കുന്ന പുതിയ നിയമവിശ്വാസികൾ, മരിച്ചവർ, അവർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം, ഇവർ, ഈ 3 കൂട്ടരാണ് കർത്താവിന്റെ രഹസ്യവരവിൽ ഉയർത്തെഴുന്നേൽക്കുന്നത്, അല്ലെങ്കിൽ രൂപാന്തര ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നത്. 2, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-ൽ കാണുന്ന മഹോദരവകാലത്ത് യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം രക്തസാക്ഷികളായവർ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാണ്. മുമ്പ് പറഞ്ഞതുപോലെ പഴയ നിയമഭക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്രമിക്കുന്ന ഭക്തന്മാർക്കും ജീവനോട് ശേഷിക്കുന്നവർക്കും ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാണ്. അവർക്ക് രണ്ടാമത്തെ മരണത്തിൽ, സ്തോത്രം, അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. 2-ാം മരണമാണ് തീപ്പൊയ്ക്കുക. സ്തോത്രം, ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഇവർക്ക് 3-ാമത്തേതാണ് യഹൂദന്മാർ. ഇവരെല്ലാം ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാണ്. ഇവർക്കാർക്കും 2-ാമത്തെ മരണത്തിന് അധികാരമില്ല. ദൈവത്തിന് പൊന്നുനാമത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് 2-ാമത്തെ മരണത്തിന് അധികാരമില്ല. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിലുള്ള ഭാഗ്യവാന്മാരാ നാം. ഇങ്ങനെ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരാണ്. അവർ കർത്താവിനും ദൈവത്തിനും പുരോഹിതന്മാരായി 1000 വർഷം കർത്താവിനോടൊപ്പം വാഴും. 1000 ആണ്ട് വാഴ്ചയിൽ യെശയ്യാ പ്രവചനം 35:1 പറയും പോലെ, ആ വാക്യം ഒന്ന് വായിക്കാമോ പെട്ടെന്ന്? യെശയ്യാ പ്രവചനം 35:1. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും.
താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും കോഷ്ടത്തോടും കൂടെ ഉല്ലസിക്കും. താങ്ക് യു. അന്ന് 1000 ആണ്ട് വാഴ്ചയിൽ മരുഭൂമിയും വരണ്ട നിലവുമെല്ലാം ഉദ്യാനങ്ങളായി മാറും. ദൈവത്തിന് പുണ്യനാമത്തിന് സ്തോത്രം. അന്ന് യെരുശലേമിലേക്കൊരു വലിയ ഹൈവേ ഉണ്ടായിരിക്കും. യെശയ്യാ പ്രവചനത്തിൽ 35-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണുവാൻ സാധിക്കും. വായിക്കണമെന്നില്ല. 1000 വർഷം ഭൂമിയിൽ ആരും ഇന്ന് വരെ ജീവിച്ചിരുന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നത് മെഥുശലഹയാണ്. അദ്ദേഹം 969 വർഷം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 27 നാം കാണുന്നു. എന്നാൽ ദൈവമക്കൾ നാം ഇവിടെ പറയപ്പെട്ടവരാണ് മാത്രമാണ് കർത്താവിനോടൊപ്പം 1000 വർഷം ഈ ഭൂമിയിൽ ഭരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യം. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്നും അഴിച്ചുവിടും. ഈ വാക്യത്തിൽ 1000 വർഷം കർത്താവിൻ്റെ ഭരണം അനുഭവിച്ച ജാതികൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ള അവസരം കൊടുക്കുകയാണ്. അവർക്കൊന്നുകിൽ കർത്താവിനോടുകൂടെ നിൽക്കാം, അല്ലെങ്കിൽ സാത്താൻ്റെ കൂടെ തീപ്പൊയ്കയിലേക്ക് പോകാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 8-9 വാക്യങ്ങൾ. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിക്കുവാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്തുനിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. ഇവിടെ വായിച്ച ഈ വാക്യത്തിൽ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം സാത്താനെയും അവൻ്റെ കൂടെയുള്ള എല്ലാ പൈശാചിക വൃന്ദങ്ങളെയും അഴിച്ചുവിടും. അവർ ഭൂമിയുടെ 4 ദിക്കുകളിലും ചെന്ന് കടൽപ്പുറത്തെ വലിയ മണൽ പോലെ വലിയൊരു കൂട്ടവുമായി ഗോഗ് മാഗോഗ് യുദ്ധത്തിനായി കടന്നു വരും. സ്തോത്രം. പിശാചിനാൽ ഇവർ വശീകരിക്കപ്പെട്ട് റഷ്യയുടെ കീഴിൽ വലിയൊരു കൂട്ടം ക്രിസ്തുവിൻ്റെ രാജ്യത്തിനെതിരെ യുദ്ധത്തിന് പുറപ്പെടും. ഓരോ രാജ്യത്തിനും പ്രത്യേക ഭരണവും ഭരണാധികാരികളും ഉണ്ടായിരിക്കണമെന്നും ഒരേകാധിപതിയുടെ കീഴിൽ പോകാൻ സാധ്യമല്ലെന്നുമുള്ള ചിന്ത ഇവർ പരത്തും. റഷ്യ അതിന് നേതാവായി നിന്നുകൊണ്ട് കർത്താവിനോടും കർത്താവിൻ്റെ ദാസന്മാരോടും പോരാടുവാൻ വരും. ഈ അവസാന യുദ്ധമാണ് ഗോഗ് മാഗോഗ് യുദ്ധം. 1000 വർഷത്തെ കർത്താവിൻ്റെ ഭരണത്തിൽ നല്ല വിളവും ഫലവും സമൃദ്ധിയും കണ്ടപ്പോൾ രാജ്യങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള ആഗ്രഹവും അവരുടെ ഉള്ളിൽ സാത്താൻ കൊടുക്കും. നോഹയുടെ ഇളയ മകനായ യാഫേത്തിൻ്റെ 2ാമത്തെ പുത്രനായ മാഗോഗ് വന്ന് താമസിച്ച ദേശമാണ് ഇന്ന് അതിവിസ്താരത്തിൽ കാണുന്ന റഷ്യ. ഒരു കാര്യം ഓർക്കണം, നോഹയുടെ കാലത്തെ പോലെ ജലപ്രളയം ഭൂമിയിലുണ്ടായിട്ടില്ല. ആ തലമുറയിൽപ്പെട്ട ഒരു സന്തതിയാണ് ഈ പറയപ്പെട്ടതായ മാഗോഗ്. പണ്ടിതിനെ ഗോഗ് മാഗോഗ് എന്ന് വിളിച്ചിരുന്നു. യെഹെസ്കേൽ പ്രവചനം 39-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിക്കാമോ? യെഹെസ്കേൽ പ്രവചനം 39-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 1/6 ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്തു നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. താങ്ക് യു ജേസനെ. നാം ഇവിടെ കേട്ടത് BC 570 ജീവിച്ചിരുന്ന പ്രവാചകനായ യെഹെസ്കേൽ പ്രവചിച്ചത് ഇതാണ്. ഇസ്രായേൽ പർവ്വതങ്ങളിൽ ഗോഗ് മാഗോഗ് യുദ്ധത്തിനായി അവർ കടന്നു വരും. ഇവിടെ വായിച്ച വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 9 ആകാശത്തുനിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. ദൈവത്തിന് സ്തോത്രം. ഹർമഗദോൻ യുദ്ധത്തിൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാളാൽ അല്ലെങ്കിൽ ശബ്ദത്താൽ തീയാൽ അവരെ ദഹിപ്പിച്ചുവെങ്കിൽ ഇവിടെ ഇവരെ ആകാശത്തുനിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 10-ാം വാക്യം. അവരെ വഞ്ചിച്ച പിശാചിനെ
മൃഗവും കള്ളപ്രവാചനും കിടന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിച്ച വാക്യത്തിൽ സാത്താനെ അഥവാ പിശാചിനെ അതുപോലെ തന്നെ അവൻ്റെ കൂടെയുള്ള പൈശാചിക വൃന്ദങ്ങളെ ആന്റിക്രിസ്റ്റും കള്ളപ്രവാചനും കടന്ന സ്ഥലത്തേക്ക് തള്ളിയിടും. ഈ സ്ഥലത്തിന് തിരുവചനം പറഞ്ഞിട്ടുള്ള പേരുകളുണ്ട്. ഒന്ന്, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഗന്ധക തീപ്പൊയ്ക അല്ലെങ്കിൽ ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക. 2, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 10-ൽ അഗ്നിഗന്ധകം. 3, മത്തായി സുവിശേഷം 25-ാം അധ്യായം 41-ാം വാക്യത്തിൽ നിത്യ അഗ്നി. 4, മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 48-ാം വാക്യം അഗ്നി നരകം. 5, മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 49-ാം വാക്യത്തിൽ പുഴു ചാകാത്ത തീ കടാത്ത സ്ഥലം. മത്തായി സുവിശേഷം 25-ാം അധ്യായം 41-ാം വാക്യത്തിൽ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയതാണ് നിത്യാഗ്നി. എന്നാൽ മനുഷ്യർ ദൈവത്തെ അന്വേഷിക്കാതെ ലോകത്തിൻ്റെയും പിശാചിൻ്റെയും പിന്നാലെ പോയതിനാൽ അവരും ഇവിടെ എത്തും. പ്രിയ ദൈവമക്കളെ, മനുഷ്യർക്ക് വേണ്ടി അല്ല ദൈവം ഈ പറയപ്പെടുന്ന തീപ്പൊയ്ക, ഗന്ധക തീപ്പൊയ്ക, അഗ്നി നരകം എന്നുള്ളത് സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യർക്ക് വേണ്ടിയേ അല്ല. എന്നാൽ ദൈവത്തിൻ്റെ കൂട്ടർ സ്വർഗത്തിലെത്തുമ്പോൾ പിശാചിൻ്റെ കൂട്ടർ തീപ്പൊയ്കയിലെത്തും. ദൈവത്തിന് സ്തോത്രം. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തികൾക്കുമുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ൽ പറയുന്ന ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏതൊരാളെയും തീപ്പൊയ്കയിൽ തള്ളും. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും അവയെ പിന്നെ കണ്ടില്ല. സ്തോത്രം. ഇവിടെ വായിച്ച വാക്യത്തിൽ അന്ത്യന്യായവിധിക്കായി ഒരു വെള്ളസിംഹാസനം കണ്ടു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 2-ൽ പിതാവിന്റെ സിംഹാസനം നാം കണ്ടതാണ്, പഠിച്ചതാണ്. എന്നാൽ ഇവിടെയുള്ള ന്യായം വിധിക്കുവാൻ വേണ്ടി മാത്രമുള്ള സിംഹാസനമാണ് വെള്ളസിംഹാസനം, സ്വർഗത്തിലല്ല. ഈ പാപികളെ മുഴുവനും കൊണ്ടുപോയി സ്വർഗം ദൈവം കാണിക്കത്തില്ല. അതിനായി ഒരു പ്രത്യേക സ്ഥലം ദൈവം ഒരുക്കും. പ്രത്യേക ഒരു സ്ഥലം. വെള്ളസിംഹാസനം എന്നത് യേശുക്രിസ്തു നീതിയോടും വിശ്വസ്തയോടും കൂടെ ന്യായം വിധിക്കുന്നതിനെ കാണിക്കുന്നു. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 10-ൽ യഹോവയായി ഞാൻ ഹൃദയത്തെ ശോധന ചെയ്തു, അന്തരങ്ങളെ പരീക്ഷിച്ചു, ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. അതെ, അന്ത്യന്യായവിധിയിൽ ഹൃദയത്തെ കർത്താവ് ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന്റെ നടപ്പിനും പ്രവർത്തിക്കും അതിന് ഫലത്തിനും തക്കവണ്ണം ന്യായം വിധിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം നീതിമാന, സത്യവാന, ന്യായമുള്ള ദൈവമാ. സ്തോത്രം. പോട്ടുമക്കളെ ഒന്നൊന്നും പറയുവാൻ കർത്താവിന് സാധിക്കില്ല. വലിയ വെള്ളസിംഹാസനം എന്നത് ആയിരക്കണക്കിന് ആളുകളെ ഒരുപോലെ ന്യായം വിധിക്കത്തക്ക വിധം അവരുടെ പ്രവർത്തികൾ മുഴുവൻ ടെലിവിഷനിൽ കൂടെ കാണിക്കുന്നത് പോലെ കാണുവാനുള്ള സൗകര്യമുണ്ടായിരിക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല, ന്യായം വിധിച്ചു കഴിയുമ്പോൾ തീപ്പൊയ്കയിൽ വലിച്ചെറിയുവാൻ ദൂതന്മാരുമുണ്ടാകും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. മത്തായി സുവിശേഷം 24-ാം അധ്യായം 35-ാം വാക്യത്തിൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 14-ൽ പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോകും, എല്ലാ മലയും ദീപം സ്വസ്ഥാനത്ത് നിളകിപ്പോയി. ഇവിടെ കർത്താവ് പറഞ്ഞത് വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചതും ഭൂമിക്കും ആകാശത്തിനും വ്യതിയാനമുണ്ടായി, ഇളക്കം സംഭവിച്ചു. പിന്നെ ഭൂമിയെയും ആകാശത്തെയും
ഒരിക്കലും പഴയതുപോലെ കാണുകയില്ല എന്നീ അർത്ഥങ്ങളാണുള്ളത്. അല്ലാതെ ഇല്ലാതെ പോയി എന്നല്ല. ഞാൻ ഈ ഭാഗം പഠിപ്പിച്ചപ്പോഴാണ് എനിക്കത് വ്യക്തമായത്. വെളിപ്പാട് പുസ്തകം 21 പുതിയ ഭൂമിയും പുതിയ ആകാശവും നാം കാണുന്നുവല്ലോ. സ്തോത്രം. ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം ഇവിടെ പറയാം. നമ്മൾ ഒക്കെ താമസിക്കുന്ന വീടും കമ്മ്യൂണിറ്റിയും ഒരു കാലത്ത് കാടും തരിശുമൊക്കെയായി കിടന്ന സ്ഥലങ്ങളാണ്. അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് പുതിയ വീടുകളും കമ്മ്യൂണിറ്റികളുമായി കഴിയുമ്പോൾ പഴയ കാടും തരിശും എല്ലാം എന്നേക്കുമായി പോയി പുതിയ വീടുകളും മനോഹരമായ കമ്മ്യൂണിറ്റികളും ആയിത്തീരും. നമുക്ക് പഴയത് പോയി, അവിടുത്തെ ആ പഴയ കാര്യങ്ങളെല്ലാം പോയി, പുതിയൊന്ന് വന്നു. ഇതുപോലെ ഇത് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഒരു ഉദാഹരണം പറഞ്ഞെന്നേ ഉള്ളൂ. ഇതുപോലെ പഴയ ഓസോൺ ലെയർ പോയി പുതിയ ആകാശമാകും. പഴയ ഭൂമി അഗ്നിക്കിരയാക്കി പുതിയത് കർത്താവ് പുനർനിർമ്മിക്കും. ആരാണ് ന്യായം വിധിക്കുവാൻ യോഗ്യരായിട്ടുള്ളത്? 1 യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പിതാവ് ആരെയും ന്യായം വിധിക്കുന്നില്ല, ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. കാരണം പിതാവ് ന്യായം വിധിച്ചാൽ അന്ന് പാപികളായിട്ടുള്ളവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാരും അതുപോലെ തന്നെ അനന്തര ബിരുദം പ്രാപിച്ചവരും ഒക്കെ കാണുമായിരിക്കും. അവർ ദൈവത്തോട് ചോദിക്കും, ദൈവമേ, അങ്ങ് സ്പിരിറ്റിൽ വസിക്കുന്ന ദൈവമാണല്ലോ, ഞങ്ങൾ ഈ ഫ്ലഷിൽ വസിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ പാപചിന്ത കടന്നു വന്നേക്കാമെന്ന് ചോദിച്ചാൽ ദൈവത്തിന് മറുപടി പറയുവാൻ സാധിക്കുകയില്ല. എന്നാൽ കർത്താവ് പറയും, നിങ്ങളെപ്പോലെ 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ പാപം എന്താ എന്നറിയാതെ ജീവിച്ചവനാണ് കർത്താവ്. ദൈവത്തിന് സ്തോത്രം. 2 യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 27 അവൻ മനുഷ്യപുത്രനായതിനാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. മനുഷ്യനായി ജനിച്ചവനാണ് മനുഷ്യരെ ന്യായം വിധിക്കുന്നത്. 3 2 തിമോത്തിയോസ് 4:1 ജീവിച്ചിരിക്കുന്നവരെയും മരിക്കുന്നവരെയും ന്യായം വിധിക്കുന്നത് യേശു ക്രിസ്തുവാകുന്നു. ഇനിയും ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 9-10 വാക്യങ്ങളൊന്ന് വായിക്കാമോ? ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേര് അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. നന്ദി. താങ്ക് യു പാസ്റ്ററെ, താങ്ക് യു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഒഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. ഇവിടെ കാണുന്ന വിധത്തിലുള്ള ഒരു കോടതി മുറിയോ സിംഹാസനമോ ജഡ്ജിയോ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ലോകത്തിൽ എങ്ങും കാണുവാൻ സാധിക്കുകയില്ല. കത്തുന്ന തീയിലുള്ള രഥചക്രങ്ങൾ, അതിലൊരു സിംഹാസനം, അഗ്നിജ്വാല, അതിൻ്റെ മുമ്പിൽ നിന്ന് അഗ്നി നദി ഒഴുകുന്നു. 1000 പേർ ന്യായാധിപതിയായ ജഡ്ജിയെ ശുശ്രൂഷിക്കുവാൻ നിൽക്കുന്നു. സ്വർഗീയ കോടതിയുടെ ഗാംഭീര്യം അവർണ്ണനീയമാണിവിടെ. ഈ ജഡ്ജിയുടെ മുമ്പിൽ
വലിപ്പവും മഹത്വവും നാം ഗ്രഹിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ഉന്നതമാണ്. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ. ഇതിനേക്കാൾ എത്രയോ വലിയ രീതിയിലായിരിക്കും ഇത്. സ്തോത്രം. നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഭാഷയിൽ സ്വർഗീയ വിഷയങ്ങൾ എഴുതിയിരിക്കുന്നു എന്നേ ഉള്ളൂ. ഈ സിംഹാസനത്തിൽ വയോധികനായ ഒരുവൻ ഇരുന്നു. അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും ആയിരുന്നു. അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് നിത്യത മുതൽ നിത്യത വരെയുള്ളവനാണ്. അല്ലെങ്കിൽ ലോകസ്ഥാപനത്തിന് മുൻപ് മുതൽ നിത്യത വരെയുള്ളവനാണ് എന്ന് പറഞ്ഞാൽ നാം ഈ കാണുന്ന ഭൂമിയോ ഓസോൺ ലെയറോ ഓറിയോൺ ബെൽറ്റോ താരപഥങ്ങളോ ക്ഷീരപഥങ്ങളോ ഒന്നുമില്ലാത്ത അനാദി നിത്യതയിൽ പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും പരിശുദ്ധാത്മാവായ ദൈവവും മാത്രം വിരാജിച്ചിരുന്ന ആ പഴയ പുരാതന നിത്യത മുതൽ ഇനിയും അവസാനിക്കാത്ത ഒരു നിത്യത വരെയുള്ളവനാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന്റെ സ്തോത്രം. ഒന്ന് കൈ ഉയർത്തി ഒന്ന് സ്തോത്രം പറയാമോ? ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം. ഈ കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്, ഈ കർത്താവിനെയാണ് നാം സ്നേഹിക്കുന്നത്, ഈ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഈ സിംഹാസനത്തിന്റെ മുൻപിൽ ആർക്കെങ്കിലും കള്ളം പറയാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. ദൈവത്തിന് പൊന്നുനാമത്തിന് സ്തോത്രം. സിംഹാസനത്തിൽ വയോധികനായ ഒരുവൻ ഇരുന്നു. നമ്മുടെ കർത്താവ് നിത്യത മുതൽ നിത്യത വരെ ഉള്ളവനാണ്. ലോകസ്ഥാപനത്തിന് മുൻപ് മുതൽ നിത്യത വരെയുള്ള ആ ലോകസ്ഥാപനത്തിന് മുൻപാണ് പ്രിയ ദൈവമക്കളെ എന്നെയും നിങ്ങളെയും കർത്താവ് കണ്ടത്. ദൈവത്തിന് സ്തോത്രം. ആ ലോകസ്ഥാപനത്തിന് മുൻപ് നമുക്കെന്താ യോഗ്യത പറയുവാനുള്ളത്? ഞാൻ പലപ്പോഴും ഓർക്കും, എനിക്ക് എന്താ യോഗ്യതയുള്ളത്? സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും. അതിന്റെ അർത്ഥം കർത്താവ് പരിശുദ്ധിയും വിശുദ്ധിയും നിർമ്മലതയുമുള്ളവരാണ്. കർത്താവിന് പരിശുദ്ധിയും വിശുദ്ധിയും നിർമ്മലതയുമുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. നീതിയോടും ന്യായത്തോടും ന്യായം വിധിക്കുമെന്ന് കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സിംഹാസനം സ്വർഗത്തിലും ഭൂമിയിലുമല്ല. പാപികളെ സ്വർഗത്തിൽ കർത്താവ് കൊണ്ടുപോകത്തില്ല. നമ്മെയാണ് അവൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. പിന്നെ ദൈവം ഒരുക്കിയ ഒരു മഹാകോടതിയുണ്ട്. അവിടെയായിരിക്കും ഈ കോടതി. പ്രിയ ദൈവമക്കളെ, റോമാലേഖനം 8:1 അതുകൊണ്ടാണ് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ലെന്ന് നാം വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ ഞാനങ്ങ് കരഞ്ഞു പോകും. അതായത് ഈ ഇതൊക്കെ തൂക്കുന്നത് എൻ്റെ ഉള്ള. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-13 വാക്യങ്ങൾ. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിനു മുന്നിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധിയുണ്ടായി. സ്തോത്രം. ഇവിടെ വായിച്ച വാക്യത്തിൽ മരിച്ചവർ ആബാലവൃദ്ധം ഉയർത്തി നിൽക്കും. അവർ പാപികളുടെ ശരീരഭാഗങ്ങൾ സമുദ്രത്തിലായാലും മണ്ണിലായാലും കല്ലറയിലായാലും തീയിലായാലും ആ ശരീരത്തിന് പകരം പ്രത്യേകം ശരീരം കൊടുത്തുയർപ്പിക്കും. കാരണം തീ എന്താണെന്ന് അവരനുഭവിക്കും. സ്തോത്രം. ഈ ശരീരത്തിന്റെ പ്രത്യേകത, നരകത്തിൽ അവർ ചുട്ടുപൊള്ളും, പക്ഷേ ശരീരം വെന്തുപോകുന്നില്ല. ആ ശരീരം നിത്യമാണ്. ദൈവത്തിന് സ്തോത്രം. 2, പാപികളുടെ ആത്മശരീരം പാതാളത്തിലാണ്. പാതാളം ഭൂമിക്കുള്ളിലാണ്. ഈ മനുഷ്യാത്മാവിനെ പാതാളത്തിൽ നിന്നും ദൈവം വിളിച്ചു വരുത്തും.
ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 23-ാം വാക്യത്തിൽ കാണുന്നത് പോലെ സ്തോത്രം. ധനവാനെയും ലാസറിനെയും പറ്റി പഠിക്കുന്ന ആ ഭാഗം, മനുഷ്യാത്മാവെന്നത് ദേഹി അഥവാ സോളാകുന്നു പാപിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ മരണത്തിൽ നിന്നും ഉയർത്തുവരുന്ന ശരീരം പാതാളത്തിൽ നിന്നും വരുന്ന ആത്മാവും കൂടി യോജിച്ച് വെള്ളസിംഹാസനത്തിന് മുൻപിൽ നിൽക്കും. ഇവിടെ വെച്ച് അവരവരുടെ പ്രവൃത്തികൾ വെളിപ്പെടുത്തി അതിന് തക്കമായ ശിക്ഷ നൽകുന്നു. കേൾക്കുന്നില്ലേ? എവിടെ മുതലാ പക്ഷേ കേൾക്കാത്തെ? എന്റെ ഫോൺ ഫ്രീസ് ആയതാണോ ലാൻഡ് ഫ്രീസ് ആയതാണോ? എന്റെ ഫോണിന്റെ പോയി വരുന്നു. ഇപ്പം കേൾക്കാമോ? ഇപ്പം കേൾക്കാം. ഇതൊക്കെ പറയുന്നുണ്ടെ ആരും കേൾക്കാൻ, ഒരു കൂട്ടരുണ്ട് കേൾക്കാൻ സമ്മതിക്കാത്തവര്. ഇവിടെ വായിച്ച വാക്യത്തിൽ എനിക്ക് തോന്നുന്നു 20-ാം അധ്യായം 12-13 വാക്യങ്ങൾ കേട്ടാണോ? ആണോ? ഞാൻ ഇവിടെ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-13 വാക്യങ്ങൾ. മരിച്ചവർ, അത് കേട്ടാണോ? ഇവിടെ വായിച്ച വാക്യത്തിൽ മരിച്ചവർ ആവാല വൃദ്ധമുയർത്തി നിൽക്കും. 1, പാപികളുടെ ശരീരഭാഗങ്ങൾ സമുദ്രത്തിലായാലും മണ്ണിലായാലും കല്ലറയിലായാലും തീയിലായാലും ആ ശരീരത്തിന് പകരം പ്രത്യേക ശരീരം കൊടുത്ത് ഉയർപ്പിക്കും. ഈ ശരീരത്തിന്റെ പ്രത്യേകത, നരകത്തിൽ അവ ചുട്ടുപൊള്ളും, പക്ഷേ ശരീരം വെന്തുപോകുന്നില്ല. ആ ശരീരം നിത്യമാണ്. 2, മരിച്ച പാപികളുടെ ആത്മശരീരം പാതാളത്തിലാണ്. പാതാളം ഭൂമിക്കുള്ളിലാണ്. ഈ മനുഷ്യാത്മാവിനെ പാതാളത്തിൽ നിന്നും ദൈവം വിളിച്ചു വരുത്തും. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 23-ാം വാക്യത്തിൽ, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ധനവാന്റെയും ലാസറിന്റെയും ആ സംഭവം. മനുഷ്യാത്മാവെന്നത് ദേഹി അഥവാ സോളാകുന്നു പാപികളെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ മരണത്തിൽ നിന്നും ഉയർത്തുവരുന്ന ശരീരം പാതാളത്തിൽ നിന്നും വരുന്ന ആത്മാവും കൂടി യോജിച്ച് വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കും. ഇവിടെ വെച്ച് അവരവരുടെ പ്രവൃത്തികൾ വെളിപ്പെടുത്തി അതിന് തക്കവിധമായ ശിക്ഷ നൽകും. സങ്കീർത്തനങ്ങൾ 50-4 പറയുന്നു, അന്ന് വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ വെളിപ്പെടുന്ന സാക്ഷികൾ ആകാശവും ഭൂമിയുമായിരിക്കും. കൂടാതെ ഉത്തരം സാക്ഷ്യം പറയും. ഒരു റൂമിൽ വെച്ച എന്തെങ്കിലും പാപം ഉണ്ടെങ്കിൽ ആ റൂം അതേ സെറ്റപ്പിൽ തന്നെ ദൈവസന്നിധിയിൽ കടന്നു വരും. ഇവിടെ വായിച്ച വാക്യത്തിൽ പാതാളവും തീപ്പൊയ്കയും കോടതി വിധി വരുന്നത് വരെ ഒരു കുറ്റവാളിയെയും താൽക്കാലികമായി ജയിലിലടയ്ക്കും. ഇവിടുത്തെ ഈ ലോകത്തിന്റെ കാര്യമാണ് പറയുന്നത്. ലോക നിയമം അനുസരിച്ച് കോടതിയിൽ കുറ്റം തെളിയിക്കും. ഗവൺമെന്റ് വശത്ത് ഒരു വക്കീലുണ്ടായിരിക്കും, കുറ്റവാളിക്ക് ഒരു വക്കീലുണ്ട്. അങ്ങനെ കുറ്റം തെളിയിക്കും, കുറ്റത്തിനനുസരിച്ച് ശിക്ഷ കൊടുക്കും. ഇതാണ് പതിവ്.
ശിക്ഷ വിധിക്കുന്നത് കോടതിയിൽ ന്യായാസനത്തിൽ ഇരിക്കുന്ന ജഡ്ജി ആയിരിക്കും. എന്നാൽ ഇവിടെ വെള്ളസിംഹാസനത്തിൽ ഇവിടെയും കുറ്റവാളിയെ താൽക്കാലികമായി ഇടുന്ന സ്ഥലമാണ് പാതാളം, അഥവാ യാതനാ സ്ഥലം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 23-ാം വാക്യം, ഞാൻ ഇപ്പം പറഞ്ഞ വാക്യത്തിൽ കാണുന്നത് പോലെ കോടതി വെള്ളസിംഹാസനവും ന്യായാധിപൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നാം വായിച്ച വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 13-ൽ കാണുന്ന ഇവിടെ വക്കീലന്മാരില്ല, സാക്ഷികളുണ്ട്. ഉത്തരം, ഭൂമി, ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് തെളിയിക്കേണ്ട ആവശ്യവുമില്ല. അവിടെ സാക്ഷികളുണ്ട്. ആകാശവും ഭൂമിയും ഉത്തരവും വാതിലുമൊക്കെയാണ്. അവർ ഒരിക്കലും കള്ളം പറയില്ല. മനുഷ്യരെ പോലെയല്ല, ഒരിക്കലും കള്ളം പറയില്ല. ചെയ്ത കുറ്റത്തിന് തക്ക ശിക്ഷയാണ് തീപ്പൊയ്ക, അഥവാ നിത്യ നരകം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കാലാവധി നിത്യമാണ്, ഒരിക്കലും അവസാനിക്കില്ല. തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്ക മാത്രമല്ല, ഒരിക്കലും ചാകാത്ത പുഴുവും. അവ അവർണ്ണനീയമാ, നമുക്ക് വർണ്ണിക്കുന്നതിലും അതീവമാ. ഒരു പുഴു വന്ന് ഒരുത്തൻ്റെ മൂക്കിൽ പോയാൽ 4 പുഴു വായ്പോവും. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അന്ന് പാപികളെ, വചനം പറയുന്നു, അന്ന് പാപികളെ തീ കൊണ്ട് ഉപ്പിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ മീനാ ഉപ്പിടുന്നതെങ്കിൽ കുറെ മീനെടുത്ത് ഉപ്പ് ആദ്യം ഇട്ടിട്ട് മീൻ ഇട്ടിട്ട് അതിനെ മേളിൽ ഉപ്പിടും, പിന്നെ മീൻ വെക്കും, പിന്നെ ഉപ്പിടും. ഇതുപോലെ അന്ന് ഉപ്പിടും ഈ പാപികളെ. സ്തോത്രം. ഞാൻ സന്തോഷത്തോടല്ല പ്രിയ ദൈവമക്കളെ പറയുന്നേ, നമ്മുടെ അസ്ഥിയിൽ നിന്നും അസ്ഥിയും മാംസത്തിൽ നിന്നും മാംസമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ബാധ്യസ്ഥരാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നരകത്തിൽ തള്ളും മുമ്പ്, ആ വാക്യം ഒന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം. എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. നാം ഇവിടെ വായിച്ചു കേട്ടതുപോലെ നരകത്തിൽ തള്ളും മുമ്പ് സകല വ്യക്തികളും സകല പാപികളും മുട്ടിന്മേൽ നിർത്തി യേശു കർത്താവെന്ന് പറയിപ്പിക്കും. ഒറ്റ ഒരാൾക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. പുസ്തകങ്ങൾ തുറന്നു. ഏതെല്ലാമാണ് പുസ്തകങ്ങൾ? 1 റോമാലേഖനം 2-ാം അധ്യായം 12-15 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? റോമാലേഖനം 2-ാം അധ്യായം 12-15 വാക്യങ്ങൾ. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. ഇവിടെ നാം കേട്ട വാക്യത്തിൽ കായിൻ മുതൽ മനസാക്ഷിയുഗത്തിൽ ജീവിച്ചിരുന്ന ഒടുവിലത്തെ വ്യക്തി വരെ വിസ്തരിക്കുവാനും ഒരിക്കലും സുവിശേഷം കേൾക്കുവാൻ ഒരവസരവും ലഭിക്കാത്തവരും അവർ സുവിശേഷത്തെ കൂടാതെ പോയവരല്ല. അവരെ വിധിക്കുവാൻ, അവരെ തെളിയിക്കുന്ന ഒരു പുസ്തകം അവിടെ കാണും. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 6-7 വാക്യം ഒന്ന് വായിക്കാമോ? 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും നൽകുന്ന ദൈവസന്നിധിയിൽ നീതിയല്ലോ. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയം ആകേണ്ടതിനും വരുമ്പോൾ. ജയ്സനെ 1 തെസ്സലോനിക്ക് 1 പത്രോസ
ഞാൻ തെറ്റിച്ചാ പറഞ്ഞു. 1 പത്രോസ് 2 അധ്യായം 8 വാക്യം. ഞാൻ തെറ്റിച്ച് പറഞ്ഞ, സോറി. 1 പത്രോസ് 2 അധ്യായം 8 വാക്യം. അവർ വചനമനുസരിക്കായാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചിരിക്കുന്നു. താങ്ക് യു. ഇവിടെ വായിച്ച വാക്യത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക് ന്യായവിധിയുണ്ട്. അത് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3 അധ്യായം 16-18 വാക്യങ്ങൾ വായിക്കേണ്ട. അവിശ്വാസികളെ ന്യായം വിധിക്കും. ഇതെല്ലാം തിരുവചനം ആധാരമാക്കിയുള്ള ന്യായവിധികളാണ്. 3 പ്രവൃത്തികൾക്ക് തക്കതായ ന്യായവിധിയെന്ന് തെളിയിച്ചിട്ടുണ്ട്. ആകയാൽ പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്മരണയുടെ പുസ്തകം. അതുപോലെ ഒരു പുസ്തകം ഉണ്ടായിരിക്കും. 4 ജീവന്റെ പുസ്തകം. സങ്കീർത്തനങ്ങൾ 87-3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗത്തിലെ സ്വർഗീയ രജിസ്റ്റർ ബുക്കാണ്. സ്വർഗീയ സിയോനിലാണ് അത് വെച്ചിരിക്കുന്നത്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളും. വെളിപ്പാട് പുസ്തകം 20 അധ്യായം 14-15 വാക്യങ്ങൾ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ദൈവത്തിന് സ്തോത്രം. മരണത്തെ എന്നുദ്ദേശിക്കുന്നത് അക്ഷരീയമായി വരുന്ന ശരീരത്തിന്റെ മരണത്തെയാണ്, അഥവാ ദേഹത്തെയാണ്. ദേഹരൂപത്തിൽ പ്രവേശിച്ച് ന്യായവിധി നേരിൽ കാണിച്ചിട്ട് തീപ്പൊയ്കയിൽ തള്ളും. തീപ്പൊയ്കയിൽ വീഴാതിരിക്കുവാനുള്ള ഏകമാർഗം തീപ്പൊയ്കയിൽ വീഴാതിരിക്കുവാനുള്ള ഏകമാർഗം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണണം എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ കാൽവറി മരണം എന്റെ പാപത്തിന് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ് രക്ഷിക്കപ്പെടുവാനുള്ള ഏകമാർഗം. ദൈവത്തിന് സ്തോത്രം. ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവരുടെ പേരെഴുതുന്നത് മണ്ണിലാണ്. യിരെമ്യാ പ്രവചനം 17-13 വാക്യം ഒന്ന് വായിക്കാമോ? യിരെമ്യാ പ്രവചനം 17-13. ഇസ്രായേലിന്റെ പ്രത്യാശ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വയ്ക്കും. താങ്ക് യു പാസ്റ്റർ. ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ എനിക്ക് തോന്നി, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപ് എടുത്ത് ഒരു സ്ത്രീയെയും കൊണ്ട് കുറച്ചുപേരെ കല്ലുമായി കടന്നു വന്നു. യേശു കുനിഞ്ഞ് മണ്ണിൽ എഴുതി. ഇവരുടെ ഒക്കെ പേരായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. യുവന്മാരുടെ എല്ലാം പേര് ആ മണ്ണിൽ എഴുതിയതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഭൂമിയെ സാക്ഷിയാക്കി വിളിക്കുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസവും ദൈവവചനത്തുള്ള വിശ്വാസവും ഒരു ഭക്തനുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരീ സഹോദരങ്ങളെ, സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണ്. അത് തിരഞ്ഞെടുക്കുന്നത് വ്യക്തിപരമായിട്ടാണ്. ഇന്നലെ പ്രിയ പാസ്റ്റർ മാത്യുമൻ പാസ്റ്ററിലൂടെ കേൾക്കുവാൻ ഇടയായല്ലോ. വിശ്വസ്തന്മാരെയാണ് കർത്താവിന് ആവശ്യം. മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നു. യേശു പിതാവാക്യത്തിൽ വിശ്വസ്തനായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം കേട്ടു, ഇസ്രായേലേ, നിങ്ങളെല്ലാം പിന്മാറിയാലും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഈ ഭൂമിയിൽ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവനെ ആരും അറിയുന്നില്ലെങ്കിലും എന്നാൽ സ്വർഗത്തിൽ അതിന് പുകഴ്ചയുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വാക്ക് ഏ വിധമെന്ന് പ്രിയ ലിജി പാസ്റ്ററിൽ കൂടെ കേൾപ്പാനിടയായി. പ്രിയ ദൈവമക്കളെ, 20 അധ്യായം ഇവിടെ അവസാനിക്കുമ്പോൾ നാം 1000 ആണ്ട് വാഴ്ചയും ഒടുവിൽ വെള്ളസിംഹാസനവും മനസ്സിലാക്കി. ഇനിയുമുള്ള 2 അധ്യായങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിലും ഉപരിയായി ദൈവം ഒരുക്കുന്ന നിത്യതയാണ്. ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്നതാ മനുഷ്യരോടുകൂടെയുള്ള കൂടാരം. അതിനായി നമുക്കൊരുങ്ങാം. ദയവായി ഇനിയുള്ള ജീവിതം
ഗൗരവത്തോടെ വിശുദ്ധിയോടെ കർത്താവിനായി ഒരുങ്ങാം. സഹോദരങ്ങളെ, രക്ഷിക്കപ്പെടാത്തവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ കർത്താവിനായി ജീവിതം കൊടുക്കുക. ദൈവവചനം അനുസരിച്ച് ജീവിക്കുക. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട